Hi viewers, I'm Jeniji. Again the use of V1. V1ൻ്റെ ഒന്ന് നമ്മൾ കണ്ടു, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കണം. അപ്പം നേരത്തെ നമ്മൾ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്, V1ൻ്റെ ഉള്ളിൽ ഡു ഒളിച്ചിരിക്കുന്നുണ്ട്, ഡു എന്ന ഓക്സിൽ. അപ്പോൾ ഡു ചേർത്തിട്ടാണ് നെഗറ്റീവ്. ക്വസ്റ്റ്യനും ഡു ആണ്. അപ്പം നമുക്ക് ഡു പ്ലസ് നോട്ട് ഡോണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ശീലങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. ചെയ്യുന്ന കാര്യമുണ്ട്, ചെയ്യാത്ത കാര്യമുണ്ട്. ആ ചെയ്യാത്ത കാര്യം പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡോണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് സ്മോക്ക്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഐ ഡോണ്ട് സ്മോക്ക്? ഞാൻ പുകവലിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് ലിക്വർ. ഞാൻ മദ്യം കഴിക്കാറില്ല. അപ്പോൾ ഐ ഡോണ്ട് ഡ്രിങ്ക് തന്നെ മതി. ഡ്രിങ്കിന് രണ്ടർത്ഥമുണ്ട്. വെള്ളം തുടങ്ങിയത് കഴിക്കുക, മദ്യം കഴിക്കുന്നതിനും അത് തന്നെ. മലയാളത്തിൽ അങ്ങനെയാണ്. ഞാൻ കുടിക്കാറില്ല എന്നൊരാൾ പറയുമ്പോൾ ആ കുടിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് ഡ്രിങ്ക് ലിക്വർ, ഐ ഡോണ്ട് ടേക്ക് ഡ്രഗ്സ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുള്ളവരുണ്ട്. അപ്പം ഞാനത് ഉപയോഗിക്കാത്ത ഐ ഡോണ്ട് ടേക്ക്. അവിടെ ടേക്ക് ആണ് കുറച്ചുകൂടി നല്ല വേർഡ്. ഐ ഡോണ്ട് ടേക്ക് ഡ്രഗ്സ്. Then you see, I don't tell lies. നമുക്ക് പറയാം, ഞാൻ നുണ പറയാറില്ല. നുണ പറയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ചില സമയത്തിലൊക്കെ ചിലപ്പോൾ പറയും, അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നാണ്. പക്ഷെ ചിലപ്പം ഒരാളുടെ ചില സ്ഥലത്തൊക്കെ രക്ഷപ്പെടാനൊക്കെ അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നവരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷെ നമ്മൾ പറയാത്തവരില്ല. ഓക്കെ, നമുക്കത് പറയേണ്ടി വരും ഇങ്ങനെ. ഐ ഡോണ്ട് ടെൽ ലൈസ്. ഞാൻ നുണ പറയാറില്ല. ഐ ഡോണ്ട് സ്റ്റീൽ. ഞാൻ മോഷ്ടിക്കാറില്ല. STEAL ആണ്, STEEL അല്ല. അത് ഉരുക്കുന്നതാണ്. ഇത് സ്റ്റീൽ, മോഷ്ടിക്കുക. ഐ ഡോണ്ട് സ്റ്റീൽ. ദെൻ യു സി, ഐ ഡോണ്ട് ടോക്ക് ഗോസിപ്സ്. ഞാൻ പരദൂഷണം പറയാറില്ല. അതും മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളെക്കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ കുറ്റവും കുറവും പറയുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു അവസ്ഥയാണെങ്കിലും അത് കഴിയുന്നത്ര എന്ന് വിട്ടു നിൽക്കുക. ഇല്ലെങ്കിൽ ബൂമറാങ് പോലെ ഈ പറയുന്നൊക്കെ തിരിച്ച് നമ്മളിലേക്ക് വരും. ഈ ബോധം ഉണ്ടെങ്കിൽ, പണ്ടത്തെ പാക്കനാരുടെ സ്റ്റോറിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ വേറെ ആളെക്കുറിച്ച് പറഞ്ഞാൽ അത് അവസാനം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ഇവിടെ പറയുന്നു, ഐ ഡോണ്ട് ടോക്ക് ഗോസിപ്സ്. ഗോസിപ്സ് എന്ന് പറഞ്ഞാൽ പരദൂഷണമാണ്. ഐ ഡോണ്ട് ലിസൺ ടു ഗോസിപ്സ്. ഞാൻ ആരെങ്കിലും പരദൂഷണം പറയുമ്പോൾ അത് കേട്ടിരിക്കാറില്ല. ഐ ഡോണ്ട് സ്പ്രെഡ് ഗോസിപ്സ്. ഞാൻ പരദൂഷണം മറ്റുള്ളവരോട് പറഞ്ഞ് പരത്താറില്ല. ഐ ഡോണ്ട് ലിസൺ ടു ഗോസിപ്സ്, ഐ ഡോണ്ട് ടോക്ക് ഗോസിപ്സ്, ഐ ഡോണ്ട് സ്പ്രെഡ് ഗോസിപ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യില്ല എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ചോദ്യം എങ്ങനെ വരും? ഡു യു. നേരത്തെ ആ ഡു ആണല്ലോ ഓക്സിലറി വെർബ്. അപ്പം നമുക്ക് ഒരാളോട് ചോദിക്കാം, ഡു യു സ്മോക്ക്? നിങ്ങൾ പുകവലിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ലിക്വർ? നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഡു യു ടെൽ ലൈസ്? നിങ്ങൾ നുണ പറയാറുണ്ടോ? ഇങ്ങനെ പോകും. അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഡോണ്ട് യു ആണ് ചേർക്കുക. ഡോണ്ട് യു. ഡോണ്ട് യു മീൻസ് ചെയ്യാറില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് യു ടെൽ ലൈസ്. എന്താ, നീ വലിയ ഹരിചന്ദ്രനോ മറ്റാൾ, നീ നുണയൊന്നും പറയാറില്ലേ? ഡോണ്ട് യു ടെൽ ലൈസ്. ദെൻ ഡോണ്ട് യു സ്റ്റീൽ. നീ എന്താ മോഷ്ടിക്കാറൊന്നുമില്ലേ? ഏതെങ്കിലും ഒരാൾ പറയാണ് ഞാൻ ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ശരിയല്ല. കാരണം എന്താ, നമ്മുടെ ചെറുപ്പകാലം എടുത്താൽ മതി. ചെറുപ്പത്തിൽ നമ്മൾ അമ്മയിന് എത്ര വയറ് നിറച്ച് തന്നാലും ശരി, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അമ്മ കാണാതെ, ഇപ്പോൾ ഉണ്ണിയപ്പമാണെങ്കിലും നെയ്യപ്പാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ പോലും ആരും കാണാതെ എടുത്ത് കഴിക്കും. ഇംഗ്ലീഷിലൊരു പ്രയോഗം തന്നെയുണ്ട്, സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റ്. സ്റ്റോളൻ മാംഗോസ്, മോഷ്ടിച്ച മാങ്ങ അതിന് മധുരം കൂടുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടുപറമ്പിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞ് വീട്ടിൽ കഴിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമോ സുഖമോ തോന്നും. അത് ഇംഗ്ലീഷിലൊരു പ്രയോഗം കൂടിയാണ്. ഓക്കെ, അപ്പം ഐ ഡോണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡു യു സ്റ്റീൽ, നിങ്ങൾ മോഷ്ടിക്കാറുണ്ടോ? ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഡോണ്ട് വെച്ച് നെഗറ്റീവും ഡു യു വെച്ച്, അതുപോലെ ഡോണ്ട് യു വെച്ചിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. ക്ലിയർ? അപ്പം നമ്മളത് ക്ലിയർ ആയെങ്കിൽ ഇനി നമുക്ക് ഒരൊറ്റൊരു പദം എടുക്കാം. എന്നിട്ട് ഈ V1 ഉപയോഗിച്ചിട്ട് എത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കും. ഒരൊറ്റ വേർബും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് വേർബ് ഉപയോഗിച്ചും പറ്റും. അപ്പോൾ ആദ്യത്തെ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ PRAY, പ്രേ എന്നൊരു വേർബ് എടുക്കാം. PRAY, പ്രേ. പ്രേയുടെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഡു യു പ്രേ? ഡു യു പ്രേ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ അയാൾ പറയാണ് യെസ്. പറഞ്ഞ ഉടനെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, വൈ ഡു യു പ്രേ? വൈ ഡു യു പ്രേ? നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുക? എന്ത് കാരണം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? അതേസമയം
ഡോണ്ട് യു പ്രേ, ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡോണ്ട് യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? അപ്പോൾ അയാൾ പറയാണ് നോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യമാണ് വൈ ഡോണ്ട് യു പ്രേ, എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഈ 4 ചോദ്യം എല്ലാ വേർബിനും ബേസാണ്. ഏതൊക്കെയാണ്? ഡു യു പ്രേ, വൈ ഡു യു പ്രേ, ഡോണ്ട് യു പ്രേ, വൈ ഡോണ്ട് യു പ്രേ. ഇനി റീഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമുക്ക് ചോദിക്കാം ഡു യു റീഡ്, വൈ ഡു യു റീഡ്, ഡോണ്ട് യു റീഡ്, വൈ ഡോണ്ട് യു റീഡ്. 4 ബേസിക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. എല്ലാ വേർബിനും ഇത് ബാധകമാണ്, ഈ 4 ബേസിക് ക്വസ്റ്റ്യൻ. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ. ഇനി നോക്ക്, ഇപ്പോൾ പ്രേ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന വേർബ്. ദെൻ ഹൂ ഡു യു പ്രേ ടു, ഹൂ ഡു യു പ്രേ ടു, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? അവിടെ ടു കണ്ട് അവസാനം കൊണ്ടേ ചേർത്തു. ഹൂ ആണ് ആദ്യം. ശരിക്കും റിട്ടൺ ഇംഗ്ലീഷ് ടു ഹും എന്നാണ്. ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? ടു ഹും ഡു യു പ്രേ എന്നാണ് റിട്ടൺ ലാംഗ്വേജ്. പക്ഷേ നമ്മുടെ സംസാര ഭാഷയിൽ നേരത്തെ നമ്മൾ ചോദ്യം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഹുമ്മിന് പകരം ഹൂ ആണ്. പ്രപ്പസിഷൻ വരുമ്പോൾ അത് അവസാനം കൊണ്ടേ ചേർക്കും. സോ ഹൂ ഡു യു പ്രേ ടു, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഹൂ ഡു യു പ്രേ ഫോർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? ദെൻ ഹൂ ഡു യു പ്രേ വിത്ത്, ആരോടൊപ്പമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് പ്രേയ്ക്ക് മാത്രമല്ല മറ്റ് പല വേർബിനും ബാധകമാണ്. ആ ഒരൊറ്റ മോഡലാണ് പഠിക്കുന്നത്. ഇനി നോക്ക്, ഹൂ പ്രേസ് ഫോർ യു, ഹൂ പ്രേസ് ഫോർ യു, ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്? ഹൂ പ്രേസ് വിത്ത് യു, നിങ്ങളോടൊപ്പം ആരാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഇപ്പം തന്നെ ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് ആയി നോക്കൂ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു യു പ്രേ, വാട്ട് ഡു യു പ്രേ, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? വാട്ട് ഡു യു പ്രേ ഫോർ, വാട്ട് ഡു യു പ്രേ ഫോർ, എന്തിനു വേണ്ടി, എന്തുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ദെൻ വേർ ഡു യു പ്രേ, നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? അറ്റ് ഹോം ഓർ അറ്റ് ദ ചേർച്ച്, എവിടെയാണ്, എവിടെ വെച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? ദെൻ യു സി വെൻ ഡു യു പ്രേ, എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? when do you pray? Then how often do you pray? എത്ര തവണ, how many times, how often തുല്യമാണ് how many times. How many times do you pray? നിങ്ങൾ എത്ര തവണ പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം? 1 time, 2 times, 3 times, ഇതൊക്കെയാണല്ലോ അതിൻ്റെ ഉത്തരം. Then you see how long do you pray? How long? How long means എത്ര സമയം, 5 minutes, 10 minutes, 1 minute, ഇതൊക്കെ അതിൻ്റെ ഉത്തരം വരും. ഹൗ ലോങ് ഡു യു പ്രേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരൊറ്റ വേർബിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളൊരു വേർബ് എടുക്കുക. ഒന്നിൽ റൈറ്റ്, റീഡ്, പ്ലേ, റീഡ്, ഏതെങ്കിലും ഒരു വേർബ്. ആ വേർബ് എടുത്തിട്ട് ഇതുപോലെ ഏറ്റവും ചുരുങ്ങിയ ഒരു 10-15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ഈ പ്രേ ഉപയോഗിക്കുമ്പോൾ എല്ലാം ഉപയോഗിച്ചത് അത്രയും ചോദ്യങ്ങൾ എല്ലാ വേർബിനും സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. എന്നാലും നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു വേർബ് എടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരോടും സംസാരിക്കുമ്പോൾ ഈ നേരത്തെ നമ്മൾ 10-20 ചോദ്യം പഠിച്ചതുപോലെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കുറേ ചോദ്യങ്ങളായി. അപ്പം നമുക്ക് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും പറ്റണം. അതിന് വേണ്ടി ഇന്നിപ്പം ഒരൊറ്റ വേർബ് കൊണ്ട് ഇത്രയും ചോദ്യം ഉണ്ടാക്കാമെന്ന് പഠിച്ചു. സോ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കുറേയായി ഇതിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ വിട്ടുപോകരുത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. Thank you very much for watching this video. Goodbye till we meet again.